ഹലോ, അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്കത് JCB എടുക്കാൻ പറ്റുന്നതാണോ? 38 ഭാഗത്ത് ഉള്ളാട്ട് ഭാഗത്തേക്ക് പോകുന്ന പാലം എല്ലാം പോയി. പാലത്തിന്റെ കമ്പി മാത്രമേ ഇരിപ്പുള്ളൂ. മുഴുവൻ വെള്ളം കയറി കിടക്കുന്നു. ഇല്ല, ഒരിടത്തോടെ പോകത്തില്ല. വിളിച്ചു പറഞ്ഞിട്ട് ഡേറ്റ് മാറ്റാം. ഇന്നിപ്പം മിനിയാതെ ചെയ്തായതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നത്തെ വിഷയമില്ല. നാളെ ആണല്ലേ? നമ്മളിപ്പോ പോകുമ്പോ ഇത് ഇവിടെ നല്ല വെള്ളമായിരുന്നു. അന്നേരം ഫോട്ടോ എടുത്തു. അപകടപ്പാടത്തിന്റെ ദൃശ്യമാണിത്. എവിടെ? സ്ഥലം എവിടെയാ? ഒടിച്ചൂത്തി ആവശ്യം. ആണോ? ഇതിപ്പോ കില്ലേ പെട്ടെന്ന് പോവും. ഇത് പടിക്കെട്ടിന് നേരെ മുകൾ വശം, കിഴക്കേ ചെമ്മണ്ണ് റോഡ് അടിവശം. എല്ലാവർക്കും ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ കാലവർഷം അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും വ്യാപകമായ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഏറ്റവും ദുഃഖകരമായ വാർത്ത, ഇടുക്കിയിലും കോട്ടയത്തുമായി ഉണ്ടായ ഉരുൾപൊട്ടലുകളിൽ 3 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ തുടരുകയാണ്. ചിലയിടങ്ങളിൽ ആളുകൾ കുടുങ്ങിയതായി റിപ്പോർട്ടുകളുള്ളതിനാൽ LDRF, ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ വകുപ്പ് എന്നിവ സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്തെ നിരവധി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചില പ്രദേശങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ അതീവ തീവ്രമഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കനത്ത മഴയെ തുടർന്ന് കേരളത്തിലെ പല നദികളും കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയാണിപ്പോൾ ഉള്ളത്. പമ്പ, മണിമല, മീനച്ചിൽ തുടങ്ങിയ നദികളിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. റാന്നി, മുണ്ടക്കയം, കുട്ടിക്കൽ, പാല, എരുമേലി, ഏറ്റുമാനൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കയറിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ആളുകൾ ബോട്ടുകൾ ഉപയോഗിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുകയാണ്. ഇടുക്കി ജില്ലയിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. അടൂർമല, കൂടയത്തൂർ, വാഗമൺ, ഉപ്പുതറ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില റോഡുകൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതായിട്ടുണ്ട്. വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കാരണം പല മേഖലകളിലേക്കും യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. മഴയുടെ ശക്തി കണക്കിലെടുത്ത് നിരവധി ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ജില്ലാ കളക്ടർമാർ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിനിടെ സംസ്ഥാന സർക്കാർ അടിയന്തര യോഗങ്ങൾ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ജില്ലാ കളക്ടർമാർ, ദുരന്ത നിവാരണ അതോറിറ്റി, പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യമേഖല തുടങ്ങി എല്ലാ വകുപ്പുകളും ജാഗ്രതയിലാണ്. ദുരിതബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുവാനും ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പൊതുജനങ്ങൾ ഈ സമയത്ത് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ തൽക്കാലം മാറ്റിവെക്കുക. നദികൾ, തോടുകൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയുടെ സമീപത്തേക്ക് പോകാതിരിക്കുക. വീടിന് സമീപം മണ്ണിടിച്ചിൽ സാധ്യതയോ മരം വീഴാൻ സാധ്യതയോ ഉണ്ടെങ്കിൽ ഉടൻ സുരക്ഷിത സ്ഥലത്തേക്ക് മാറുകയും പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. മഴ ശക്തമാകുമ്പോൾ കേരളത്തിലെ പുതിയ ദേശീയപാതകളിലും പാലങ്ങളുടെ അടിഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം പതിവായി കാണാറുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുകയും വെള്ളത്തിന്റെ ആഴം ഉറപ്പാക്കാതെ മുൻപോട്ട് പോകാതിരിക്കുകയും ചെയ്യുക. അവസാനമായി പ്രധാന വിവരങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറയാം. കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ്. ഇടുക്കിയിലും കോട്ടയത്തുമായി ഉരുൾപൊട്ടലിൽ 3 പേർ മരിച്ചു. നിരവധി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പമ്പ ഉൾപ്പെടെയുള്ള നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ വിവിധ ജില്ലകളിൽ തുടരുകയാണ്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുകയും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടരുകയും ചെയ്യുക.
കേരളത്തിലെ മഴ, സർക്കാർ അറിയിപ്പുകൾ, പൊതുജനങ്ങൾക്ക് പ്രധാനപ്പെട്ട എല്ലാ പുതിയ വാർത്തകളും കൃത്യസമയത്ത് അറിയാൻ ഇൻഫോ മീഡിയ വ്ലോഗ് പിന്തുടരുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നിങ്ങൾ സുരക്ഷിതരായി ഇരിക്കുക. നന്ദി.